പ്രഭാവങ്ങൾ നിറഞ്ഞാടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന പ്രധാന മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട് നിയോജക മണ്ഡലം. പാലക്കാട് നഗരസഭയും സമീപ പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന ഈ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രമെന്നത് കമ്മ്യൂണിസ്റ്റ് സ്വാധീനത്തിൽ തുടങ്ങി കോൺഗ്രസ് കോട്ടയായി മാറി ഇപ്പോൾ BJP വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു ത്രികോണ മത്സര ഭൂമിയായി മാറിയിരിക്കുന്നു. 2011 മുതൽ 2021 വരെ ഷാഫി പറമ്പിൽ വിജയിച്ച ഈ മണ്ഡലത്തിൽ 2011 ഒഴിച്ചാൽ 2016ലെയും 2021ലെയും ഇലക്ഷനിൽ BJP രണ്ടാം സ്ഥാനത്താണ് എത്തിയിട്ടുള്ളത്. അതിൽ തന്നെ 2016ലെ തെരഞ്ഞെടുപ്പിൽ BJPയെ രണ്ടാം സ്ഥാനത്ത് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനാണ് ഇന്ന് പാലക്കാട് NDA സ്ഥാനാർത്ഥി. പൊതുവെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വോട്ടർമാർ തെരഞ്ഞെടുപ്പിനെ പ്രതിനിധീകരിക്കുന്നത് നഗരസഭയുടെ ഭരണപ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇത്തവണ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന്റെ സാന്നിധ്യത്തിലാണ് ശോഭാ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രതീക്ഷ എത്രത്തോളം ഉണ്ടെന്ന് ഇതിൽ നിന്നും മനസ്സിലാവും. രാഹുൽ മാങ്കൂട്ടത്തിൻ വിവാദമൊക്കെ മായാതെ കെട്ടിക്കിടക്കുന്ന പാലക്കാടിന്റെ തട്ടകത്തിലേക്ക് കോൺഗ്രസ് ഇപ്രാവശ്യം ചെക്ക് വെച്ചത് പ്രശസ്ത സിനിമാ താരവും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനുമായ രമേഷ് പിഷാരടിയാണ്. തന്റെ സംസാര ശൈലി കൊണ്ടും ഹാസ്യാവതരണം കൊണ്ടും TV ഷോകളിൽ കയ്യടി നേടുന്ന താരമാണ് രമേഷ് പിഷാരടി. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ചെയ്തു വച്ചിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ പാലക്കാട് തുടരുമെന്ന ഉറച്ച നിലപാടോടെയാണ് പിഷാരടി തെരഞ്ഞെടുപ്പിനെ വരവേൽക്കുന്നത്. നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് മുന്നോടിയായി മമ്മൂട്ടിയുടെ ആശംസയും പിഷാരടിയെ തേടിയെത്തിയിരുന്നു. പാലക്കാട് ജില്ലയ്ക്ക് പുറത്ത് രമേഷ് പിഷാരടിയും ശോഭാ സുരേന്ദ്രനും തമ്മിലാണ് പ്രധാന മത്സര പോരാട്ടമുള്ളത് എന്ന് പറയുമ്പോഴും പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു പാലക്കാടുകാരൻ LDF സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ട്. NMR റസാഖ്. രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു പ്രമുഖ വ്യവസായി എന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പാലക്കാട് നഗരത്തിൽ എല്ലാവർക്കും സുപരിചിതനായ റസാഖ് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്ന ഏറ്റവും ശ്രദ്ധേയപരമായ വാക്യം കയ്യെത്തും ദൂരത്തുള്ള MLA ആയിരിക്കും ഞാൻ എന്നതാണ്. രാഷ്ട്രീയ താല്പര്യമില്ലാത്ത ബിസിനസ് സമൂഹത്തിന്റെയും ന്യൂനപക്ഷങ്ങളുടെയും വോട്ട് നേടാൻ കഴിയുമെന്ന വിശ്വാസമാണ് LDFന് റസാഖിലുള്ളത്. പാലക്കാട് ചൂടേറുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ആർക്ക് പൊള്ളും ആരെ തള്ളും എന്നത് കാത്തിരുന്ന് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.